നമുക്കിന്നൊരു പൊരിച്ച പത്തിരി എണ്ണയിലിട്ട് പൊരിക്കാണ്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ പൊരിച്ച പത്തിരിയിൽ അരിയാണ് ഉപയോഗിക്കുക, അതിന് പകരം റാഗി പൗഡറാണ്. ഇൻഗ്രീഡിയൻസൊക്കെ സാധാരണ പൊരിച്ച പത്തിരിയിലുള്ള പോലെ തന്നെയാണ്. അപ്പോൾ ഇഞ്ചിയല്ല വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ചതച്ചെടുക്കുക. ഒരു ടീസ്പൂൺ എണ്ണയിൽ അത് വഴറ്റിയെടുക്കുക. ഒരുവിധം വഴണ്ട് വരണം, വെച്ചാൽ കുറേ വഴണ്ട സ്മെല്ല് മാറിയാൽ മതി. ഒരു ഫ്ലേവർ വരില്ല, പച്ചമണം മാറിയിട്ട് ഫ്ലേവർ വരുമ്പോൾ അപ്പോൾ അരക്കപ്പ് റാഗിപ്പൊടി എടുത്തിരിക്കണം. അപ്പോൾ അരക്കപ്പ് വെള്ളം ഒഴിക്കുക. അതിൽ തേങ്ങയും ജീരകവും ഇടുക. അത് തിളയ്ക്കുമ്പോൾ നമ്മുടെ പൊടി ഇടുക. പൊടി ചൂടുള്ളിൽ കുഴയ്ക്കണം, എന്നാലേ സോഫ്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. നമ്മൾ എന്ത് ചെയ്യണം, അത് കുറച്ച് നേരം ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കണം. അപ്പോൾ അത് കുറച്ചും കൂടെ ആവിയിലിരുന്നിട്ട് ഒന്നും കൂടെ വേവും. അത് കഴിഞ്ഞിട്ട് വേണം കുഴയ്ക്കാൻ. അപ്പോൾ ആദ്യമൊക്കെ കുഴച്ചിരുന്ന് കൈ വെച്ച് തന്നെ കുഴയ്ക്കുക. ചൂടുള്ള സാധനം കൈ വെച്ച് കുഴച്ച് കൈയൊക്കെ ചുകന്നാവും. അതിന് പകരം ഇതേപോലെ ഗ്ലാസ് വെച്ച് കുഴയ്ക്കും. അപ്പോൾ ചൂടിൽ കുഴയ്ക്കുകയും ചെയ്യുക. കുറച്ച് നേരം ഇങ്ങനെ കുഴയ്ക്കുമ്പോഴേക്കും അത് തണുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ സോഫ്റ്റ് ഡോ ഉണ്ടാക്കുക. എന്നാലും എത്ര സോഫ്റ്റ് ആവും അതിനനുസരിച്ച് റൊട്ടിയിലകം നല്ല സോഫ്റ്റ് ആയിരിക്കണം, വെളിയിൽ മുരിഞ്ഞിരിക്കും. പിന്നെ അതിൽ നമ്മൾ എള്ളിടണം. എള്ള് വേണമെങ്കിൽ വെള്ളത്തിലിടുക, അല്ലെങ്കിൽ ഇതുപോലെ കുഴയ്ക്കുന്ന സമയത്ത് എള്ളിട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി എള്ള്. അപ്പോൾ ഇത്രയും അരക്കപ്പ് ആട്ടയിൽ 4 റൊട്ടി ഉണ്ടാക്കാനുള്ള ഡോ കിട്ടും. അപ്പോൾ ഇത്രയും കാലറീസേ ഉള്ളൂ, ലോ കാലറിയാണ്. പക്ഷെ നമ്മൾ തേങ്ങ ഇടുന്നതുകൊണ്ട് ആണ് ഇത്രയും കാലറി വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ റാഗിപ്പൊടി മാത്രം ഇടണമെങ്കിൽ ഇത്ര കാലറി ഒന്നും ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഇതേപോലെ 4 റൊട്ടി ഉണ്ടാക്കുക. അത്യാവശ്യം കട്ടിയിലാണ് ഈ പത്തിരി ഉണ്ടാക്കുക. എന്താണ് ഫ്ലേവർ എന്നറിയോ? ഒക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ റാഗി പൗഡർ എന്ന് പറഞ്ഞാൽ അയൺ, കാൽഷ്യം, മഗ്നീഷ്യത്തിൻ്റെ കലവറയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻറ്റ് കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെ ഒക്കെ അളവ് നോക്കിയേ. അപ്പോൾ ഇത്രയും നമുക്ക് ഡെയിലി റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഒരു 1200 mg ഒക്കെ ഒരു അഡൾട്ടായിട്ടുള്ള ആൾക്ക് വേണ്ടി വരും, വുമൺ. അതുപോലെ അയൺ ഒരു 18 mg ഒക്കെ വേണം. അതിന് ഇത്രയും പെർസെൻറ്റേജ് നമുക്ക് കിട്ടുന്നുണ്ട്. 3 mg കാൽഷ്യം, 130 mg. അപ്പോൾ നമ്മൾ ഒരു കാൽഷ്യത്തിൻ്റെ അയണിൻ്റെ ഒക്കെ ഒരു പോർഷൻ RDA ഉള്ളത് നമുക്ക് ഈ റൊട്ടിയിൽ നിന്ന് കിട്ടും. എല്ലാം 20% കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്താലേ നമുക്ക് ആവശ്യമുള്ള കാൽഷ്യം അയൺ കിട്ടുള്ളൂ. നമ്മുടെ ഫുഡിൽ ഏറ്റവും കുറവുള്ള സാധനമാണ് കാൽഷ്യം അയൺ. പക്ഷേ ഏറ്റവും റിക്വയർമെൻ്റ് ഉള്ളതാണ് ഈ കാൽഷ്യം അയൺ, മഗ്നീഷ്യം. ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ട് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ ഡയറ്റ് ശ്രദ്ധിക്കണമെങ്കിൽ ഇതിൻ്റെ ഡെഫിഷ്യൻസി കാണില്ല. അപ്പോൾ ഇതേപോലെയൊക്കെ റാഗിയുടെ പൗഡർ കൊണ്ടൊക്കെ റൊട്ടി ഉണ്ടാക്കി കഴിച്ച് നോക്ക്.